ഹിക്മാക്കിസ് ക്ലാസ് 1 and 2 ഭാഗം 2. 1. ഖുർആൻ ഇറങ്ങിയ മാസമേത്? റമളാൻ. റമളാൻ മാസത്തിലാണ് ഖുർആൻ ഇറങ്ങിയത്. 2. ഖുർആൻ ആർക്ക് വേണ്ടിയാണ് ഇറങ്ങിയത്? എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ് അള്ളാഹു ഖുർആൻ ഇറക്കിയത്. 3. ആരുടെ വാക്കുകളാണ് ഖുർആനിൽ ഉള്ളത്? അള്ളാഹുവിൻ്റെ വാക്കുകളാണ് ഖുർആനിൽ ഉള്ളത്. 4. ഖുർആനിൽ എത്ര ജുസുകളുണ്ട്? 30 ജുസ്. ജുസ് എന്നാൽ ഭാഗങ്ങൾ എന്നാണ് അർത്ഥം. 30 ഭാഗങ്ങളായിട്ടാണ് ഖുർആനിനെ വേർതിരിച്ചിരിക്കുന്നത്. 5. ഖുർആനിലെ അവസാനത്തെ സൂറത്തിന്റെ പേര് സൂറ അന്നാസ്. ഖുർആനിൽ ആകെ 114 സൂറത്തുകളുണ്ട്. അതിൽ അവസാനത്തെ സൂറത്താണ് സൂറത്തുൽ നാസ്. ഒന്നാമത്തെ സൂറത്ത് സൂറ അൽ ഫാത്തിഹയാണെന്ന് നാം പഠിച്ചല്ലോ. 6. കാക്കക്ക് അറബിയിൽ പറയുന്നത് ഖുറാബ്. ഖുറാബ് കാക്ക. ഖുറാബ് കാക്ക. 7. ചിത്രത്തിൽ എത്ര പൂക്കളുണ്ട്? സലാസ. 3 അറബിയിൽ പറയുക സലാസ എന്നാണ്. വാഹിദ് 1, ഇസ്നാനി 2, സലാസ 3. 8. ബാ കൊണ്ട് ആരംഭിക്കുന്ന ഒരു മൃഗത്തിന്റെ പേര്? പശുവിന് അറബിയിൽ പറയുക ബഖറ എന്നാണ്. ബഖറ പശു. 9. ബബ്ഗായിന്റെ നിറമേതാണ്? അഹ്ലർ. പച്ചക്ക് അറബിയിൽ പറയുക അഹ്ലർ എന്നാണ്. അഹ്ലർ പച്ച. 10. മസ്മുക എന്നതിന്റെ അർത്ഥം നിന്റെ പേരെന്താണ്? മസ്മുക നിന്റെ പേരെന്താണ്? കേൾക്കുന്ന ആൾ ഇസ്മി എൻ്റെ പേര് എന്ന് തുടങ്ങി അദ്ദേഹത്തിൻ്റെ പേരാണ് പറയേണ്ടത്. 11. ബാങ്ക് വിളിക്കുമ്പോൾ ഏത് നബിയുടെ പേരാണ് പറയുന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരാണ് ബാങ്കിൽ ഉള്ളത്. 12. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുമ്പോൾ എത്ര വയസ്സായിരുന്നു? 63 വയസ്സ്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 63-ാമത്തെ വയസ്സിലാണ് മരിച്ചത്. 13. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കക്കാർ വിളിച്ചിരുന്ന പേര് അൽ അമീൻ. അൽ അമീൻ എന്നാണ് ചെറുപ്രായത്തിൽ മുഹമ്മദ് നബിയെ മക്കക്കാർ വിളിച്ചിരുന്നത്. വിശ്വസ്തൻ എന്നാണ് അൽ അമീൻ എന്ന പദത്തിന്റെ അർത്ഥം. 14. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച മക്ക ഏത് രാജ്യത്താണ്? സൗദി അറേബ്യ. മക്ക സൗദി അറേബ്യയിലാണ്. 15. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് എവിടെ വെച്ച്? മദീനയിൽ വെച്ച്. പ്രവാചകൻ മരണപ്പെടുന്നത് വഫാത്താവുന്നത് മദീനയിൽ വെച്ചാണ്. 16. ഈമാൻ കാര്യത്തിൽ പെട്ടതാണ് കിതാബുകളിൽ വിശ്വസിക്കുക എന്നത്. അവസാനത്തെ കിതാബ് ഏതാണ്? ഖുർആൻ. ഖുർആനാണ് അവസാനത്തെ കിതാബ്. മുഹമ്മദ് നബിക്കാണ് അള്ളാഹു ഖുർആൻ നൽകിയത്. 17. നബിമാർക്ക് അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന മലക്ക് ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാമാണ് പ്രവാചകന്മാർക്ക് അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന മലക്ക്. 18. തൗറാത്ത് ഏത് നബിക്ക് ലഭിച്ച കിതാബാണ്? മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാമിന് ലഭിച്ച കിതാബാണ് തൗറാത്ത്.
19. ഭൂമിയിൽ വെച്ച് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് പരലോകത്ത് ലഭിക്കുന്നത് സ്വർഗം. സ്വർഗം ഭൂമിയിൽ വെച്ച് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്കുള്ളതാണ്. 20. മനുഷ്യരെ അള്ളാഹു മണ്ണുകൊണ്ടാണ് സൃഷ്ടിച്ചത്. മലക്കുകളെ അള്ളാഹു എന്തുകൊണ്ടാണ് സൃഷ്ടിച്ചത്? പ്രകാശം കൊണ്ട്. മലക്കുകളെ അള്ളാഹു പ്രകാശം കൊണ്ടാണ് സൃഷ്ടിച്ചത്. 21. കഅബ ഏത് രാജ്യത്താണ്? സൗദി അറേബ്യ. ചിത്രത്തിൽ കാണുന്ന കഅബ സൗദി അറേബ്യയിലാണ്. 22. ആഹാരം കഴിച്ചതിന് ശേഷം ജന്ന എന്തോ ചൊല്ലി. എന്തായിരിക്കും അത്? അൽഹംദുലില്ലാ. ഭക്ഷണം കഴിച്ചതിന് ശേഷം അൽഹംദുലില്ലാ, അള്ളാഹുവിനെ സ്തുതിക്കണം. 23. ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കണം. ആരോട്? അള്ളാഹുവിനോട്. ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത്. ഒരു മനുഷ്യൻ എല്ലാ സമയത്തും അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. 25. നമസ്കാരം ആരംഭിക്കുമ്പോൾ കൈ ഉയർത്തി എന്താണ് പറയേണ്ടത്? അല്ലാഹു അക്ബർ. നമസ്കാരം ആരംഭിക്കുമ്പോൾ കൈ ഉയർത്തി അല്ലാഹു അക്ബർ എന്നാണ് പറയേണ്ടത്. 25. ഷൂ ധരിക്കുമ്പോൾ ആദ്യം ഏത് കാലിലാണ് ധരിക്കേണ്ടത്? വലത് കാലിൽ. ഷൂവോ ചെരിപ്പോ ധരിക്കുമ്പോൾ ആദ്യം വലത് കാലിലാണ് ധരിക്കേണ്ടത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് നമ്മെ പഠിപ്പിച്ചത്.